മാത്രമല്ല അതിന്റെ ഒപ്പം തന്നെ പശു, കോഴി, ആട്, മീന് അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. അപ്പൊ എല്ലാവർക്കും കാണാൻ പറ്റിയ കുറെ കാര്യങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്കൊന്നും ബോറടിക്കില്ല. പിന്നെ ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് സേഫ്റ്റി. നമ്മളിവിടെ കുറെ വെള്ളക്കെട്ടും സാധനങ്ങളൊക്കെ ഉണ്ടാകുന്ന എല്ലായിടത്തേക്ക് പോകുമ്പോഴും എല്ലാവരും നോക്കി വേണം പോവാൻ. ഓടിപ്പോയിട്ട് അതിലൊന്നും ചാടാനൊന്നും പാടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് സേഫ് ആയിട്ട് നമ്മുടെ ഫാം കാണാൻ പോവാം. പോവാ. അപ്പോൾ കുട്ടികൾക്കൊന്ന് വിത്ത് ജെർമിനേറ്റ് ചെയ്യാൻ വിത്ത് ഇടിയിപ്പിക്കണോ അങ്ങനെ അതിന്റെ ഗ്രോയിങ് സ്റ്റേജസ്, അതായത് ഒരാഴ്ചയിൽ ഇത്ര വളരും, 5 ദിവസം ഇത്ര വളരും, 1 മാസം ഇത്ര വളരും എന്നുള്ള ഗ്രോയിങ് സ്റ്റേജസ് നഴ്സറിയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വാട്ടർ മാനേജ്മെന്റ്, വെള്ളം നമുക്ക് പുറത്തുനിന്ന് വെള്ളമൊന്നും വരുന്നില്ല. നമുക്ക് മഴവെള്ളം നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. പിന്നെ ബോറുകളുണ്ട് വെള്ളം. കണ്ടോ, ഇത് മധുര തുളസി. നോക്കി, ഇത് ബ്രയോഫിലാണ്. കണ്ടോ, ലീഫിൽ നിന്ന് പുതിയ പ്ലാന്റ് വരുന്നതാണ് ബ്രയോഫില്ല. കണ്ടോ, അതുകൊണ്ടാണ് ലീഫിനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നോക്കിയത് ടവർ പ്ലാന്റിംഗ് ആണ്. ഈ ടവർ പ്ലാന്റിങ്ങിന്റെ യൂസ് എന്ന് പറയുന്നത്, നമുക്ക് ഈ പ്ലാന്റിന് ഒരുപാട് സ്പേസിന്റെ ആവശ്യമില്ല. ഇതിലെ വാട്ടർ സപ്ലൈ എന്ന് പറയുന്നത് ഡ്രിപ്പ് ഇറിഗേഷൻ ആണ്. ഓക്കെ, ഡ്രോപ്പ് വൈസ് ആയിട്ട് കൂടുതൽ വാട്ടറും ആവശ്യമില്ല. ഓക്കെ, ഇത് ബീറ്റിലാണ്. വെറ്റില കൊടി കണ്ടോ, വെറ്റിലയുടെ ക്ലൈംബേഴ്സ് ആണ്. നമ്മൾക്ക് കോസ്മെറ്റിക്സ് യൂസ് ചെയ്യുന്നതാണ്. വേറെ വേറെ ലീഫാണ്. അതുപോലെ തന്നെ പൗഡർ, സ്പ്രേകൾക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ലാവൻഡറിന്റെ കണ്ടിട്ട് സോപ്പൊക്കെ കണ്ടത് അതുപോലെ അതിന്റെ ലീഫാണ് കേട്ടോ. നോക്കിയത് പിരമിഡ് പ്ലാന്റിംഗ് ആണ്. ഇതിൽ തന്നെ സോയിൽ വെച്ചിട്ട് അതിനകത്ത് പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് വാട്ടർ സപ്ലൈ പറയുന്നത്. ഇതിലും ഡ്രിപ്പ് ഇറിഗേഷൻ തന്നെയാണ്. ഡ്രോപ്പ് വൈസ് ആയിട്ട് ക്ലോസിംഗ് ചെയ്തിട്ട് ഓരോ സെക്ഷൻ വൈസ് ആയിട്ട് ഇതില് വാട്ടർ സപ്ലൈ നടത്തുന്നുണ്ട്. ഓക്കെ, എന്താന്ന് വെച്ചാൽ കൂടുതൽ സ്പേസിന്റെ ആവശ്യമില്ല, കൂടുതലായിട്ട് കൾട്ടിവേറ്റിംഗ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? ഇതിൽ നിന്ന് ന്യൂ പ്ലാന്റ് വരുന്നതാണ് നന്ദ്യാർ വട്ടമാണ്. ഓക്കെ, റോസും സ്റ്റെമ്മിൽ നിന്ന് ന്യൂ പ്ലാന്റ് വരുന്നതിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, വാദംകൊല്ലി എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. കണ്ടോ, ഇതും സ്റ്റെമ്മിൽ നിന്ന് വരുന്നതാണ്, ന്യൂ പ്ലാന്റ് വരുന്നതാണ്. ഓക്കെ, വെർമി കമ്പോസ്റ്റ് ആണ്. നമ്മുടെ വേംസില്ലേ, എർത്ത് വേംസിനെ
വെജിറ്റബിളിന്റെ വേസ്റ്റിൽ കൊണ്ടിട്ടിട്ട് ഇതിലെ വേംസ് കൾട്ടിവേറ്റ് ചെയ്യും. ഓക്കെ, അത് കൾട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓർഗാനിക് വേസ്റ്റ് ആയിട്ട് മാറും. അങ്ങനെ ഓർഗാനിക് വേസ്റ്റ് ആയിട്ട് മാറിയതിന് നമുക്ക് വേറെ പ്ലാന്റുകളിലൊക്കെ ഓർഗാനിക് ആയിട്ട് യൂസ് ചെയ്യാം. കുട്ടികൾക്ക് വിഷരഹിതമായ ഭക്ഷണം ഉണ്ടാക്കുക. അപ്പൊ അവരവരുടെ വീട്ടിൽ സ്ഥലമില്ലെങ്കിലും കുറച്ച് സ്ഥലത്ത് അവർക്ക് വേണ്ടതായത് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ്